പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടി.എൻ. പ്രകാശിൻ്റെ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത്. കാളി എന്നാണ് കഥയുടെ പേര്. കാളി, ടി.എൻ. പ്രകാശ്. മദ്രാസിൽ നിന്ന് കാളി വരുന്നുണ്ടെന്നു കേട്ടപ്പോഴേ കണ്ണൻ്റെ മുഖം വാടി. അവൻ്റെ അമ്മയുടെ തുടകൾക്കിടയിൽ മുഖം പൂഴ്ത്തി എന്നെ ഒളിഞ്ഞു നോക്കി. നിർമ്മല അവൻ്റെ മുഖമെടുത്ത് അവൾക്കു നേരെ ഉയർത്തി ചോദിച്ചു, "നിന്റെ കണ്ണന് കാളീനെ പേടിയുണ്ടാ?" അവൻ കണ്ണുകൾ നിലത്തേക്ക് പായിച്ചു. "എന്തിനാ എൻ്റെ അമ്മ പേടിക്കണ്? കാളി എന്നെ ഇടങ്ങാറാക്കുമേ." നിർമ്മല എന്നെ നോക്കി. വാക്കുകൾക്കപ്പുറത്തുള്ള ഏതോ ഭീതി കണ്ണൻ്റെ കണ്ണുകളിൽ അടിഞ്ഞിട്ടുണ്ട്. അവൻ എന്നെയും നിർമ്മലയെയും ഒട്ടുനേരം സംശയത്തോടെ മാറി മാറി നോക്കി. ഞാൻ പതുക്കെ ചിരിച്ചു. എന്തോ ആശ്വാസം കണ്ടെത്തിയ മട്ടിൽ നിർമ്മലയിൽ നിന്നും തെന്നിമാറി അവൻ തൻ്റെ കളിക്കോപ്പുകളുടെ അടുത്തേക്ക് നീങ്ങി. ബസ്സും ലോറിയും കാറും ജീപ്പും ഹെലികോപ്റ്ററും പിന്നെ ഒരു മുയൽ കുഞ്ഞും അവന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. കണ്ണൻ കളിപ്പാട്ടങ്ങൾക്കിടയിൽ ഇരുന്നു. അവൻ ബസ്സിൻ്റെ മുകളിൽ തൂവെള്ള പട്ട് പുതച്ച മുയൽ കുഞ്ഞിനെ അടുത്തിരുത്തി. ഗർ എന്ന ഒച്ചയോടെ ബസ് ഓടിച്ചു. കാളിയോടൊത്ത് 1.5 ദിവസമേ കണ്ണൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും അവനൊരു നനഞ്ഞ കോഴിക്കുഞ്ഞിനെ പോലെ മാറിപ്പോയിരുന്നു. അവൾക്ക് ആരാണ് ഇങ്ങനെയൊരു ചെല്ലപ്പേരിട്ടതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. സതീശനും ഷീലയും ആ ചോദ്യം കേൾക്കാത്ത മട്ടിലാണ് ഇരുന്നു കളഞ്ഞത്. ഇങ്ങനെയായാൽ പൂർണിമ സതീഷ് എന്ന പേര് സ്കൂൾ രജിസ്റ്ററിൽ മാത്രം ഒതുങ്ങിപ്പോവുമല്ലോ എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. അവർ വെറുതെ ചിരിക്കുക മാത്രം. കാളി കണ്ണനെ കണ്ട ഉടനെ ചാടി വീണത് അവളുടെ അപ്പർ KG അഭ്യാസവുമായാണ്. "ഹായ് കണ്ണൻ, മൈ സ്വീറ്റി, ഹൗ ഡു യു ഡു?" കാളി കണ്ണൻ്റെ അരികിലേക്ക് പറന്നെത്തി. അവൻ്റെ കവിളുകൾ മാന്തി കീറുന്ന മട്ടിൽ 2 കൈകൊണ്ടും നുള്ളി വലിച്ചു. കാളിയുടെ ആദ്യത്തെ സ്നേഹപ്രകടനത്തിൽ തന്നെ കണ്ണൻ വിരണ്ടുപോയി. അവൻ പേടിച്ചു വിളറിയ മുഖത്തോടെ നിർമ്മലയുടെ സാരി ഞൊറികൾക്കിടയിൽ മുഖം പൂഴ്ത്തി. കാളിയുടെ സ്വാഗതവും കണ്ണൻ്റെ വെപ്രാളവും കണ്ടിട്ടും തീരെ സ്വാഭാവികമായി ഷീല പറഞ്ഞു, "ഡോണ്ട് വറി കണ്ണൻ, കാളിക്ക് മോനെ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ?" ഷീല നിർമ്മലയുടെ മുഖത്തേക്ക് നോക്കി കണ്ണിറുക്കി കാണിച്ചു. നിർമ്മലയാവട്ടെ സ്നേഹത്തിൻ്റെ യുക്തി മനസ്സിലാകാഞ്ഞിട്ടോ എന്തോ എന്നെ കാതരയായി നോക്കി. ഷീല കാളിയെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് കവിളിൽ മൃദുവായി തലോടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, "പാവ മോള്, അനിയനെ വേണമെന്ന് എത്ര കാലമായി പറയുന്നത്?" സതീശൻ ഭാര്യയെ തറപ്പിച്ചു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ്റെ നിരപരാധിത്വവും നിസ്സഹായതയും ഒക്കെ ആ നോട്ടത്തിൽ കെട്ടഴിയുകയാണെന്ന് എനിക്ക് തോന്നി. കണ്ണൻ ചോര തുടിക്കുന്ന കവിളുകളുമായി നിർമ്മലയിൽ നിന്ന് മുഖമടർത്തി. അവൻ്റെ കവിളുകളിൽ കാളിയുടെ നഖപ്പാടുകൾ ഒരു മുന്നറിയിപ്പ് എന്ന മട്ടിൽ പതിഞ്ഞു കിടക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. "ലിവ് ഹിം, ലെറ്റ് ഹിം പ്ലേ വിത്ത് കാളി," സതീശൻ എന്നെ നോക്കി പറഞ്ഞപ്പോൾ നിർമ്മല ഞെട്ടിക്കാണും. ആദ്യത്തെ ഷോക്കിൽ നിന്ന് കണ്ണൻ വിടുതൽ നേടുന്നതിനു മുമ്പേ വീണ്ടും അവളോടൊപ്പം കളിക്കാൻ എങ്ങനെയാണ് കണ്ണനെ വിടുക? സ്വാഭാവികമായും നിർമ്മല അങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. വന്നു കയറിയിട്ടല്ലേ ഉള്ളൂ. കണ്ണന് ഇത്തരമൊരു അനുഭവം തീർത്തും ആദ്യത്തേത്. ചിലപ്പോൾ കാളിക്കൊരു കൈപ്പിഴ പറ്റിപ്പോയതായിരിക്കണം. 6 വയസ്സെന്ന് പറയുന്നത് തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള പ്രായമൊന്നും അല്ലല്ലോ. കണ്ണനെ ഉപദ്രവിക്കണമെന്നൊന്നും കാളിക്ക് തോന്നിക്കാണില്ല. സ്നേഹം കാണിച്ചപ്പോൾ അല്പം ആവേശം കൂടിപ്പോയെന്ന് മാത്രം. നിർമ്മല കണ്ണനെ അടർത്തി മാറ്റി ഷീലയോടൊപ്പം ഡ്രസ് മാറാൻ പോയി. ഞാൻ സതീശൻ്റെ വർത്തമാനങ്ങളിൽ മുഴുകി. അവൻ പുതുതായി കയ്യിൽ ഒതുക്കിയ ഫ്ലാറ്റിനെ കുറിച്ചുള്ള വർണ്ണനയിലാണ്. അടുത്ത മുറിയിൽ കണ്ണൻ്റെ തച്ചു കൊല്ലുന്ന മട്ടിലുള്ള കരച്ചിൽ. ഞാൻ എത്തും മുമ്പേ നിർമ്മല ഓടിയെത്തിയിരിക്കുന്നു. അവൾ അവനെ വാരിയെടുത്തു കഴിഞ്ഞപ്പോഴേക്കും സതീശനും ഷീലയും എത്തിക്കഴിഞ്ഞു. കാളി ഒന്നും അറിയാത്ത മട്ടിൽ അവിടെയുണ്ട്. അവളുടെ ഇടത്തു കൈയിൽ മാറോട് ചേർത്ത് പിടിച്ച കരടിക്കുട്ടിയുണ്ട്, വലത്തു കൈയിൽ കൈത്തോക്കും. "മോള് കണ്ണനെ എന്തേലും ചെയ്തോ?" സതീശനാണ് ചോദിച്ചത്. "ഓ നോ, അവളെന്ത് ചെയ്യാനാ? കാളിക്ക് കണ്ണനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടാ," എങ്ങും തട്ടാത്ത മട്ടിൽ ഷീല പറഞ്ഞു. "എന്തിനാ കണ്ണൻ കരഞ്ഞേ?" വീണ്ടും സതീശൻ ഇടപെട്ടു. "ഞാൻ
എൻ്റെ ബിയറിനെ വാങ്ങാൻ കണ്ണൻ്റെ ഫേസിന് നേരെ തോക്ക് കാട്ടിയപ്പോൾ അവൻ പേടിച്ച് നിലവിളിച്ചതടാടി. ഓ ഷീല തലയറുത്ത് ചിരിക്കാൻ തുടങ്ങി. സതീശനും ആ ചിരിയിൽ പങ്കുചേർന്നു. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനും വലിയൊരു തമാശ കേട്ട മട്ടിൽ ആ ചിരിയിൽ പങ്കുചേർന്നു. എന്നാൽ നിർമ്മല മാത്രം ഉപചാരങ്ങളിലൊന്നും പങ്കുചേരാതെ കണ്ണനെ എടുത്ത് ടെറസിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ഉറങ്ങേണ്ട നേരമായി. അവൻ ഇത്രയും നേരം നിർമ്മലയെ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. അവർ ബാത്റൂമിൽ കയറിയപ്പോൾ കണ്ണനെ എടുത്ത് ബാത്റൂമിൻ്റെ വാതിൽക്കൽ എനിക്ക് നിൽക്കേണ്ടി വന്നു. അവൻ നിലത്തിറങ്ങേണ്ട താമസം എങ്ങുനിന്ന് എന്നില്ലാതെ കാളി അവൻ്റെ മുന്നിൽ പൊട്ടി വീണു. അപ്പോഴേക്കും കണ്ണൻ നിർമ്മലയുടെ കഴുത്തിൽ തൂങ്ങി രക്ഷപ്പെടാനുള്ള വെപ്രാളം കാട്ടും. സാധാരണയായി ഉറങ്ങേണ്ട നേരമായാൽ അവൻ കട്ടിലിൽ തനിയെ പോയി കിടക്കും. കൂട്ടിന് അവൻ്റെ കളിക്കോപ്പുകൾ കാണും. തെല്ലുനേരം അവൻ അതിനോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കും. പിന്നെ കളിക്കോപ്പുകളെ മറന്ന് 1-2 തവണ തിരിഞ്ഞും മറിഞ്ഞും അവൻ കിടക്കും. അപ്പോഴേക്കും കണ്ണൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. നിർമ്മല അവനെ കിടക്കയിൽ കിടത്തിയപ്പോൾ അവളും കൂടെ കിടക്കണമെന്ന് കണ്ണൻ വാശി പിടിച്ചു. കിടക്കുന്നതിനു മുമ്പേ അവനെ വല്ലതും കഴിപ്പിക്കാൻ നിർമ്മല ശ്രമിക്കാതിരുന്നില്ല. എന്നാൽ അവൻ വഴങ്ങിയില്ല. 1-2 തവണ അവൻ അല്പം ചായ കുടിച്ചു. കാര്യമായൊന്നും അവൻ്റെ വയറ്റിലില്ല. യാത്രക്കിടയിൽ കഴിച്ചതൊക്കെ ദഹിച്ചു കാണും. മുലകുടി മാറിയതുകൊണ്ട് വിശക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് കരഞ്ഞേക്കുമോ എന്നാണ് നിർമ്മലയുടെ പേടി. നിർമ്മലയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ കണ്ണടച്ചു കിടന്നു. 3.5 വയസ്സുകാരനിൽ ഏറെ പാകത പ്രകടിപ്പിക്കുന്ന അവനപ്പോൾ അസാധാരണമായ വാശിയാണ് കാണിച്ചത്. ഉറങ്ങിയെന്ന് കരുതി കഴുത്തിൽ വരിഞ്ഞ കൈ പതുക്കെ നീക്കം ചെയ്ത് നിർമ്മല എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ അവൻ ഞെട്ടിയുണർന്ന് ചിണുങ്ങി. കണ്ണൻ അവൻ്റെ അമ്മയുടെ കഴുത്തിൽ വരിഞ്ഞ കൈയെടുത്ത് അവളുടെ ബ്ലൗസിനുള്ളിലേക്ക് ആഴ്ത്തി. അമ്മിഞ്ഞയുടെ ഓർമ്മയിൽ ലയിച്ച മട്ടിൽ കണ്ണുകൾ ശാന്തമായി അടച്ച് ചുണ്ടുകൾക്കിടയിൽ നാവുന്തി നുണഞ്ഞു തുടങ്ങി. ഇടയ്ക്കിടെ കണ്ണു തുറന്നു നോക്കിയപ്പോഴൊക്കെ അവൻ എന്നെ കണ്ടിരുന്നു. എൻ്റെ സാന്നിധ്യം തീരെ മറന്ന മട്ടാണ് അവന്. ഏതാണ്ടൊരു അപരിചിതനെ പോലെയാണ് അവൻ എന്നെ നോക്കുന്നതെന്ന് പോലും ഞാൻ സംശയിച്ചു. അവൻ നല്ലപോലെ ഉറങ്ങിയെന്ന് ബോധം വന്നപ്പോഴേക്കും നേരം ഒരുപാടായി കഴിഞ്ഞിരുന്നു. നിർമ്മല തിടുക്കത്തിൽ ദേഹം കഴുകി വരുമ്പോഴേക്കും ഭക്ഷണം വിളമ്പി ഞങ്ങൾ എല്ലാവരും അവളെ കാത്തു നിൽക്കുകയായിരുന്നു. ഭക്ഷണത്തിന് ഞങ്ങളോടൊപ്പം ഇരുന്ന കാളി തെല്ലു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോകുന്നതും കൈ കഴുകുന്നതും കരടിക്കുട്ടിയെ എടുത്ത് അകത്തെ മുറിയിലേക്ക് നീങ്ങുന്നതും ഒക്കെ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സതീശൻ ഷീലയെ നോക്കി അഭിമാനത്തോടെ പറയുകയും ചെയ്തു, "സീ ദ ഗേൾ, ഹൗ നൈസ്, ഡൺ എവരിതിങ് ബൈ ഹെർസെൽഫ്. അവക്കിപ്പോൾ മമ്മിയുടെ ഹെൽപ്പൊന്നും ഒന്നിനു വേണ്ട." സതീശൻ പറഞ്ഞു തീർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കണ്ണൻ്റെ നിലവിളി ഉയർന്നു. എച്ചിൽ കൈയോടെ നിർമ്മല കണ്ണനെ കിടത്തിയ മുറിയിലേക്ക് ഓടി. കണ്ണൻ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവൻ്റെ അരികിൽ കാളി ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ കിടക്കുകയാണ്. നിർമ്മലയുടെ നോട്ടം കാളിയിൽ തറച്ചിരിക്കുന്നു. സാവകാശം കടന്നു വന്ന ഷീല കാളിയുടെ ചന്തിയിൽ സ്നേഹപുരസരം തട്ടിക്കൊണ്ട് പറഞ്ഞു, "നോട്ടി ഗേൾ, കണ്ണൻ്റെ ഒപ്പം കിടക്കാനാ ഇത്രയും പെട്ടെന്ന് ഊണു മതിയാക്കി പോന്നതല്ലേ?" ഷീല നിർമ്മലയോട് മാത്രമായിട്ടെന്ന മട്ടിൽ മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്തു. അവൾക്ക് ആൺപിള്ളേരെന്ന് വെച്ച ജീവന, ഒരു കൊച്ചനിയനില്ലാത്തതിൻ്റെ. നിർമ്മലയുടെ വിഷമം എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവൾ കട്ടിലിൽ ചാരി നിന്ന് കണ്ണനെ നെഞ്ചോട് ചേർത്ത് അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി മൂകമായി നിൽക്കുകയാണ്. അവളുടെ അസാധാരണമായ ഈ സംയമനം എന്നെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ടായിരുന്നു. കാളിയെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയ ഷീലയുടെ ചിരിയിലടങ്ങിയ തിമിർപ്പും വർത്തമാനത്തിലെ ആഹ്ലാദവും നിർമ്മലയെ കൂടുതൽ ചിന്താധീനയാക്കുകയാണ് ചെയ്തത്. അവൾ എച്ചിൽ കൈ വൃത്തിയാക്കി കണ്ണനെ വീണ്ടും ഉറക്കാൻ കിടന്നു. ഭക്ഷണം പോലും നിർമ്മല നേരാവണ്ണം കഴിച്ചിട്ടില്ലെന്ന വിഷമം എനിക്കുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സൂചിപ്പിച്ചില്ല. അവളുടെ അരികിൽ അവൾക്ക് തീരെ അലോസരമുണ്ടാക്കാതെ ഞാൻ കിടന്ന പാടെ അവൾ എനിക്കു നേരെ തിരിഞ്ഞു കിടന്നു. അവൾക്ക് എന്തെങ്കിലും പറയാൻ കാണും. എന്നാൽ അവൾ എൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിച്ചു കരയാനാണ് തുടങ്ങിയത്. ഒന്നും ഏതും പറയാതെ ഞാൻ അവളെ തലോടിക്കൊണ്ടിരിക്കെ അവളുടെ ഏങ്ങലടി ഏറി. എനിക്കപ്പോൾ എങ്ങുനിന്നില്ലാതെ ദേഷ്യം വന്നു. അനുഭവിക്കുക, എത്ര പറഞ്ഞതാ പോരേണ്ടെന്ന്. ഞാൻ ഒച്ച ഉയർത്തി. എൻ്റെ കണ്ണൻ. അവളുടെ ഏങ്ങലടിക്ക് വേഗം കൂടി. "കണ്ണനെ എന്താ ആരെങ്കിലും വിഴുങ്ങിക്കളയോ?" എൻ്റെ ദേഷ്യം പെരുത്തു.
കരടിക്കുട്ടിയെ ഒന്ന് തൊട്ടതിന് ആ പെണ്ണിൻ്റെ കണ്ണനെ തോക്കുകൊണ്ടടിച്ചത്. വെടിപൊട്ടിക്കുന്ന തോക്കൊന്നുമില്ലല്ലോ, കളിത്തോക്കല്ലേ. വെറുതെ വഴക്കിടാതെ. കണ്ണൻ്റെ തലയിലെ മുഴയൊന്ന് നോക്ക്. അവളെൻ്റെ വലതുകൈ പിടിച്ച് കണ്ണൻ്റെ തലയിൽ വെച്ചു. എൻ്റെ വിരലുകൾ കണ്ണൻ്റെ മുടിയിഴകളിൽ ഇഴഞ്ഞു നടന്നു. ഈശ്വരാ, ഉണ്ണിയപ്പത്തിൻ്റെ വലിപ്പമുള്ള മുഴയിലേറെ നേരം എൻ്റെ വിരലുകൾ ചേതനയേറ്റു കിടന്നു. എൻ്റെ നെഞ്ചിൽ നിർമ്മലയുടെ കണ്ണീരും ഖേദവും നിറഞ്ഞു. ഞാൻ അവളുടെ അല്പം വിളർന്ന ചുണ്ടുകളിൽ ചുണ്ടുകൾ തൊട്ടു. അവളുടെ ചുണ്ടുകളിലെ തീയും തണുപ്പും ഒരുപോലെ ഞാൻ അറിഞ്ഞു. പിന്നീട് എപ്പോഴോ അവളുടെ ഏങ്ങൽ കുറുകി കുറുകി തീരെ അണഞ്ഞു. അവളുടെ ചിറകുകൾക്ക് കീഴെ തീർത്തും സുരക്ഷിതനായിട്ട് പോലും കണ്ണൻ ശ്വാസം വലിച്ചു മുറുക്കുന്ന മട്ടിൽ ഇടയ്ക്കിടെ ഏങ്ങി. എൻ്റെ യാത്രയുടെ ഔദ്യോഗിക ഉദ്ദേശം ഇനിയും പൂർത്തീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിയുന്നതുവരെ കണ്ണൻ ഉണർന്നില്ല. നിർമ്മല നേരത്തെ എഴുന്നേറ്റിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ നേരമായി. അപ്പോഴും കണ്ണൻ ഉണർന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ നെഞ്ചിൽ ഞാൻ ചുണ്ടുകൾ ചേർത്തു. അപ്പോഴവൻ്റെ മുഴ ഒന്നുകൂടി നോക്കണമെന്ന് എനിക്ക് തോന്നി. മുടിയിഴകളിൽ വിരലുകൾ പായിച്ചു നോക്കി. മുഴയുടെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ്റെ കവിളുകളിൽ കാളിയുടെ നഖപ്പാടുകൾ കറുത്തു തെളിഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങാൻ നേരം നിർമ്മല ഓടിയെത്തി മുന്നറിയിപ്പ് തന്നു. വൈകരുതേ. എൻ്റെ കണ്ണൻ്റെ അതിനപ്പുറം അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞു. അവൾ ആരും കാണാതെ അത് തുടച്ചു കളഞ്ഞു. നിർമ്മലയുടെ പുറത്തു പതുക്കെ തട്ടി. സതീശനോടും ഷീലയോടും യാത്ര പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. വാതിൽപ്പടിയിൽ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് നിർമ്മല. റോഡിലിറങ്ങി നടന്നു നീങ്ങവേ എൻ്റെ വഴിയിലോളം കണ്ണൻ്റെ കരച്ചിൽ പൊടുന്നനെ ഓടിയെത്തുകയായി. ആരോ പിടിച്ചു വച്ചതുപോലെ ഞാൻ നിന്ന് നിർമ്മലയെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് പോയിക്കൊള്ളാൻ ആംഗ്യം കാട്ടിക്കൊണ്ട് അവളുണ്ട് അകത്തേക്കോടുന്നു. കോൺഫറൻസ് ഹാളിൽ ഇരിക്കുമ്പോഴും ഞാൻ ഓർത്തിരുന്നത് നിർമ്മലയെക്കുറിച്ചും കണ്ണനെക്കുറിച്ചുമായിരുന്നു. ഈ ഒരവസ്ഥ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ജോലികൾ ഇന്നുകൊണ്ട് തീർത്ത് നിർമ്മലയെയും കണ്ണനെയും കൊണ്ട് മടങ്ങുക. അവൾ ഉദ്ദേശിച്ചിരുന്ന സൈറ്റ് സീയിങ്, സിനിമ, ഷോപ്പിംഗ് ഇത്യാദികളൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. എങ്ങനെയെങ്കിലും നാട് പിടിക്കുക, കണ്ണനെ അവൻ്റെ അമ്മൂമ്മയുടെ അരികിലെത്തിക്കുക. എങ്കിലേ ഇനി സമാധാനമുള്ളൂ. കണ്ണൻ പഴയ കണ്ണനാകണമെങ്കിൽ അമ്മയുടെ അരികിലെത്തണം. ജോലികളെല്ലാം തീർത്തെന്ന് വരുത്തി സതീശൻ്റെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയപ്പോൾ സന്ധ്യയാകാറായിരുന്നു. ആളനക്കമില്ലാതെ തീരെ അപരിചിതമായ ഒരു സ്ഥലം പോലെയാണ് സതീശൻ്റെ ഫ്ലാറ്റിന് മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത്. കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ നിർമ്മലയാണ് വാതിൽ തുറന്നത്. അവളുടെ വാലിൽ തൂങ്ങി കണ്ണനുണ്ട്. നിർമ്മലയുടെ നെറ്റിയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. കാലത്ത് കണ്ണൻ്റെ കരച്ചിലിനിടയിൽ ഓടിയെത്തിയപ്പോൾ വാതിൽപ്പടി കൊടുത്ത സമ്മാനം. അകത്തെ മുറിയിൽ കയറി ഡ്രസ്സു മാറിക്കഴിഞ്ഞിട്ടും കാളിയെ കണ്ടില്ല. ഷീലയെയും. സതീശൻ ഇപ്പോഴൊന്നും വരാൻ സാധ്യതയില്ല. ഓഫീസ് വിട്ടാൽ അവന് ക്ലബിലെത്തണം. കാളി എവിടെ? ഞാൻ ചോദിച്ചു. ഷീല അവളെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോയിരിക്കുക. എന്താ? എന്തു പറ്റി? എനിക്കാകെ ആദിയായി. അവളൊന്ന് വീണു. ചന്തി കുത്തിയാ വീണതെന്ന് പറഞ്ഞ് അപ്പം തന്നെ ചെക്കപ്പിനായി കാളിയെ കൊണ്ടുപോയിരിക്കുക. എനിക്ക് സമാധാനമായെങ്കിലും വന്നു കയറുന്ന ഓരോ കൊല്ലാപ്പുറത്ത് ഞാൻ നിർമ്മലയെ സന്ദേഹത്തോടെ നോക്കി. അവൾ എന്തോ വിശദീകരണം തരാൻ തിടുക്കപ്പെടുന്നത് പോലെ. രാവിലെ തൊട്ടേ കണ്ണനുമായി വഴക്ക് കൂടാൻ തുടങ്ങിയതാ കാളി. ചെക്കനെ നിലത്തും ആകാശത്തും നിർത്തില്ലെന്ന വാശി തന്നെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരം അവൻ്റെ പ്ലേറ്റ് തന്നെ അവൾക്കും വേണം. ഇവനാണെങ്കിൽ ഒരാണിന് പറഞ്ഞ ഉശിര് വേണ്ടേ? ചിണുങ്ങലോട് ചിണുങ്ങൽ തന്നെ. എന്നിട്ട് എൻ്റെ ഒച്ച വല്ലാതെ കണ്ടു പതറിയിരുന്നു. കുട്ടികളായാൽ കുരുത്തക്കേടിനൊരു അതിര് വേണ്ടേ? എല്ലാത്തിനും വളം വെച്ച് കൊടുക്കണ ഒരു മമ്മിയും. സഹി കേട്ടപ്പോൾ കാളിയെ ഞാൻ തന്നെയാ. എന്താ അത് നിർമ്മലേ? എൻ്റെ ഒച്ച വല്ലാതെ ഉയർന്നിരുന്നു. അവളുടെ നെറ്റിയിലെ പ്ലാസ്റ്ററും കണ്ണൻ്റെ തലയിലെ ഉണ്ണിയപ്പവും പെട്ടെന്ന് എന്നെ ശാന്തനാക്കി. സതീശനും ഷീലയും കാളിയും കടന്നു വരുമ്പോൾ ഞാൻ മുഖത്ത് വിഷാദം വരുത്തി വാതിൽക്കൽ നിന്നു. സതീശൻ പഴയപടി സൗഹൃദവും സ്നേഹവും നിലനിർത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഷീല പാടെ മാറിയിട്ടുണ്ട്. കാളിക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. അവൾ പുതിയ അംഗത്തിന് കോപ്പ് കൂട്ടാൻ ഒരുങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ നാട്ടിലോട്ട് പോകണം. ഇത്ര പെട്ടെന്നോ? സതീശൻ അത്രയും പറഞ്ഞു നിർത്തി. ഷീല ഒന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ചു പോരേണ്ട
ഒരുക്കങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിർമ്മല ചോദിച്ചു, ടിക്കറ്റ് കിട്ടിയോ ആവോ? ഞാനൊന്നും മിണ്ടിയില്ല. നമുക്ക് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കണ്ടേ? പെട്ടെന്ന് അവൾ വിഷയം മാറ്റി. ക്ഷണിച്ചോളൂ, പക്ഷെ കാളി വന്നാൽ എൻ്റെ കണ്ണനെ എവിടെയാ ഒളിപ്പിക്കുക? നിർമ്മല പതുക്കെ ചിരിച്ചു. തിരിച്ചു പോരുന്നതിൻ്റെ ആഹ്ലാദം അവളുടെ മുഖത്ത് പ്രകടമായി. സൈറ്റ് സീയിങ്ങും സിനിമയും ഷോപ്പിങ്ങും ഒക്കെ അവൾ മറന്നു കഴിഞ്ഞിരുന്നു. നിർമ്മലയ്ക്കും അമ്മയുടെ അരികിലെത്തിയാൽ മതി. നിർമ്മല അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സൗഹൃദങ്ങൾക്കൊന്നും കാര്യമായി പോറലേറ്റില്ല എന്ന സന്തോഷത്തോടെ പിരിയുകയും ചെയ്തു. ഇനിയിപ്പോൾ സതീശനും കുടുംബവും എത്തുകയായി. കാളിയുടെ വരവിൻ്റെ വാർത്ത കണ്ണനെ ആകെ തളർത്തിയിട്ടുണ്ട്. അവനിപ്പോൾ സിമന്റ് തറയിൽ കളിക്കോപ്പുകൾക്കിടയിൽ കിടക്കുകയാണ്. മുയൽക്കുഞ്ഞിനെ നെഞ്ചോടടുക്കി പിടിച്ച് അവൻ അതിൻ്റെ ഇന്ദ്രനീല കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്നു, കാളി വന്നാ നീ എവിടെയാ പോവാ? പറ, നീ എവിടെയാ പോവാ? കുട്ടികൾക്ക് അകത്ത് ക്രൂരത വളർത്തുന്ന സമീപനം കൈകൊള്ളുന്നതുകൊണ്ടാണ് കാളിയുടെ അമ്മ എപ്പോഴും കാളി എന്ത് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവളെ സ്വയം പര്യാപ്തയാക്കാൻ വേണ്ടിയിട്ട് സ്വയം പര്യാപ്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വല്ലാതെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മറ്റു കുട്ടികൾക്കുമേൽ അവൾ എപ്പോഴും ആധിപത്യം സ്ഥാപിക്കുന്നു. അങ്ങനെ മറ്റൊരാളുടെ ദുഃഖം കണ്ടാൽ ഒരു സന്തോഷം അനുഭവിക്കുന്ന മാനസികാവസ്ഥ അവളുടെ അമ്മയിലുള്ളത് തന്നെയാണ്. അത് അവൾക്കും പകർന്നു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കൊച്ചു കൊച്ചു കുട്ടികളുടെ അകത്ത് വളരുന്ന ക്രൂരത നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നും, കരുണയില്ലാത്ത ഒരു തലമുറ, സഹജീവികളോട് സ്നേഹമില്ലാത്ത ഒരു തലമുറ നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ടെന്നും ഉള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ കണ്ണൻ എന്ന കൊച്ചുകുട്ടിയുടെ സങ്കടം നമ്മുടേതുകൂടിയായി മാറുകയാണ്.